ഇന്നത്തെ വീഡിയോ +2 കുട്ടികൾക്കുള്ളതാണ്. +2 ഇംഗ്ലീഷ് ആണ് ഇന്നത്തെ വീഡിയോ. അറബിക്കിന്റെ വീഡിയോ 2 +2 അറബിക്കിന്റെ വീഡിയോ 2 നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനി കണ്ടിന്യൂ ചെയ്യും. അതുപോലെ ഈ ഇംഗ്ലീഷും കണ്ടിന്യൂ ചെയ്യും. ഞാൻ ഈ വീഡിയോകൾക്കൊക്കെ മുൻതൂക്കം കൊടുക്കുന്നത് അർത്ഥം പഠിക്കാൻ വേണ്ടിയാണ്. ഇംഗ്ലീഷിന്റെ വാക്കർത്ഥം മസ്റ്റായിട്ട് പഠിക്കണം. അല്ലാതെ പരീക്ഷയ്ക്ക് ജയിക്കാൻ വേണ്ടി എന്തെങ്കിലും ടിപ്സ് ഒക്കെ പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് ജയിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ കുട്ടികൾ പലരും പുറത്ത് പോയി മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ പോയി ഇംഗ്ലീഷ് ഭാഷയിലെ കഴിവ് കുറഞ്ഞതുകൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ BA പഠിച്ചവരും MA പഠിച്ചവരൊക്കെ അവിടെ വെറും ചായ ഓഫീസിൽ ടീ ബോയ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് കാണാൻ സാധിക്കുന്നു. ഇപ്പോഴല്ല, ഞാൻ കുറെ കാലം മുമ്പത്തെ കാര്യമാണ് ഇപ്പൊ പറയണത്. ഇപ്പൊ ചിലപ്പോ ഇമ്പ്രൂവ് ആയിട്ടുണ്ടാവും. പക്ഷെ എന്നാലും അപ്പൊ എനിക്ക് അന്നേ തോന്നിയതാണ് ഇംഗ്ലീഷിന്റെ അർത്ഥം കുട്ടികൾ ശരിക്കും പഠിക്കുന്നില്ല, ഇംഗ്ലീഷ് ശരിക്കും പഠിക്കുന്നില്ല. ഇംഗ്ലീഷിന്റെ അർത്ഥമൊക്കെ പഠിച്ചാലേ നമുക്കൊരു സെന്റൻസ് ഉണ്ടാക്കാനും നമുക്ക് വേണ്ട വിധത്തിൽ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാനും ഒക്കെ സാധിക്കുള്ളൂ. ശരിക്ക് അപ്പോൾ മറ്റുള്ള രാജ്യങ്ങളിൽ പോയാൽ നമുക്ക് ആ ഒരു കഴിവ് ഉണ്ടാവണം. ആ കഴിവുണ്ടായാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യാനും ജോലി സാധ്യതകൾ കൂടുതൽ കിട്ടാനും ഒക്കെ അത് ഉപകരിക്കും. അപ്പൊ അതിനു വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ. അത് കുട്ടികളെ എല്ലാവരും അത് ഉപകാരപ്പെടുത്തുക. നമുക്ക് തുടങ്ങാം. അപ്പൊ ആദ്യത്തെ വീഡിയോ ഇതാണ്. ഇമാൻസിപ്പേഷൻ ആൻഡ് എംപവർമെന്റ് ഓഫ് വുമൺ ഈസ് ഓഫ് പ്രൈം ഇമ്പോർട്ടൻസ് ഇൻ അവർ സൊസൈറ്റി. നമ്മുടെ സൊസൈറ്റിയിലെ സ്ത്രീകളുടെ വിമോചനത്തിനും അവരെ ശാക്തീകരിക്കാനും ഉള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അതോട് വളരെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമാണ്. ഇമാൻസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ വിമോചനം, എംപവർമെന്റ് ശാക്തീകരണം, ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാല് പ്രധാനപ്പെട്ടത്. ഇൻ അവർ കൺട്രി, നമ്മുടെ രാജ്യത്ത്, വി ഹാവ് അച്ചീവ്ഡ് പാർഷ്യൽ സക്സസ്, ഭാഗികമായ വിജയം. പാർഷ്യൽ സക്സസ് എന്ന് പറഞ്ഞാല് ഭാഗികമായ വിജയം നമ്മൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. വി ഹാവ് അച്ചീവ്ഡ് നമ്മൾ കരസ്ഥമാക്കിയിട്ടുണ്ട് പാർഷ്യൽ സക്സസ്, ഭാഗികമായ വിജയം. ബട്ട് എന്നാൽ വി സ്റ്റിൽ ഹാവ് ടു ഗോ ഹാവ് ലോങ് വേ ടു ഗോ. നമുക്ക് വളരെയധികം മുന്നോട്ട് പോകാനുണ്ട്. വാട്ട് ഷുഡ് വി ഡു? നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ടു അച്ചീവ് ദിസ് ഗോൾ? ഈ ലക്ഷ്യം നമുക്ക് കരസ്ഥമാവാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഹിയർ ഇസ് എ സ്പീച്ച് ഓൺ റിക്വസിറ്റ്സ് ഓഫ് വുമൺ എംപവർമെന്റ്. സ്ത്രീ ശാക്തീകരണത്തെ പറ്റിയുള്ള ഒരു സ്പീച്ച്, ഒരു പ്രസംഗം ആണ് ഇവിടെ താഴെ കൊടുക്കുന്നത്. അത് പ്രസംഗം ചെയ്തിട്ടുള്ള ആള് ക്രിസ്റ്റീൻ ലഗാർഡ് എന്ന് പറഞ്ഞ ഒരു സ്ത്രീയാണ്. ക്രിസ്റ്റീൻ ലഗാർഡ് ആരാണ് നമുക്കൊന്ന് നോക്കാം. ക്രിസ്റ്റീൻ ലഗാർഡിനെ പറ്റിയുള്ള വിവരണമാണ് ഈ കാണുന്നത്. ക്രിസ്റ്റീൻ ലഗാർഡ് എന്ന് പറഞ്ഞാൽ ബോൺ ഇൻ പാരീസിലാണ് ജനിച്ചത്. ഓൺ 1st January 1956. is the first woman to become the finance minister of G8 economy. G8 എന്ന് പറഞ്ഞിട്ട് ഒരു സംഘടന, 8 രാജ്യങ്ങൾ കൂടിയിട്ടുള്ള ഒരു സംഘടനയാണ് G8. അതിലിപ്പോ റഷ്യ ഇപ്പൊ ഇല്ല. അപ്പൊ G7 ആണ് ഇപ്പോൾ ഉള്ളൂ. അത് ഫ്രാൻസ്, അമേരിക്ക, ബ്രിട്ടൻ, ജർമ്മനി, അങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ കൂടിയിട്ടാണ് ഈ G8 ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ അതിലെ ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്നു ഈ ക്രിസ്റ്റീൻ ലഗാർഡ് എന്ന് പറയുന്ന സ്ത്രീ. ഓപ്പണിംഗ് ദ ഡോർസ്, ഷീ കോൾസ് ഫോർ ഓപ്പണിംഗ് ദ ഡോർ. വാതിലുകള് തുറന്നിടാൻ അവര് പറയുന്നു. എന്താ വാതിലുകൾ തുറന്നിടാൻ എന്ന് പറഞ്ഞാൽ അവസരങ്ങൾ ഉണ്ടാക്കാൻ, അതാണ് അതിന്റെ അർത്ഥം.
She calls for opening doors to women's learning. സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനും ലേബർ ആൻഡ് ലീഡർഷിപ്പ്, ലേബർ ജോലിക്കും അതുപോലെ കഴിവുള്ളവര് ലീഡർഷിപ്പിലേക്ക് വരുവാനും ഒക്കെയുള്ള ആ ഒരു സൗകര്യം ചെയ്തു കൊടുക്കണം എന്നാണ് അവർ പറയുന്നത്. ദിസ് സ്പീച്ച് വാസ് ഡെലിവേർഡ് അറ്റ് ദ നാഷണൽ ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ട്, വാഷിംഗ്ടൺ DC. അമേരിക്കയിലെ വാഷിംഗ്ടൺ DC എന്ന് പറയുന്ന സ്ഥലത്ത്, അതായത് നമ്മുടെ വൈറ്റ് ഹൗസ് ഒക്കെ വാഷിംഗ്ടൺ DC-യിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ വെച്ചുള്ള ഒരു പ്രസംഗാണ് നാഷണൽ ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെയ്ത പ്രസംഗാണ് ഓൺ 19 May 2014, 2014 May 19. അതാണ് ഈ പ്രസംഗം. ആ പ്രസംഗത്തിന്റെ ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. പ്രസംഗം. Good afternoon. It is great to be among friends and kindred spirits. It is good. It is great. ഇതൊരു വലിയ സമയമാണ്, അല്ലെങ്കിൽ വലിയ സന്തോഷമുണ്ടാക്കുന്ന സമയമാണ്. To be among friends, ചങ്ങാതികളുടെയും അതായത് കൂട്ടുകാരുടെയും, അത് കിൻഡേഡ് സ്പിരിറ്റ്സ് എന്ന് പറഞ്ഞാല് ഒരുപോലെ ചിന്തിക്കുന്ന ആളുകൾ ഒക്കെ കൂടെ കുറച്ച് സമയം ചെലവഴിക്കാൻ കഴിഞ്ഞതിൽ ഇത് വലിയൊരു സമയം, ഒരു ഗ്രേറ്റ് ടൈമാണ്, ഒരു വലിയ സന്തോഷം ഉണ്ടാക്കുന്ന സമയമാണ്. ദ 21st century, 21ാം നൂറ്റാണ്ട്. 21ാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മുടെ ഈ പ്രസന്റ് നൂറ്റാണ്ട് പോസസ് മെനി ചാലഞ്ചസ്, വളരെയധികം വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ദാറ്റ് റിക്വയർ ന്യൂ വേസ് ഓഫ് തിങ്കിങ്, പുതിയ പുതിയ തിങ്കിങ്, നമ്മുടെ ചിന്തകളെ ആവശ്യമുള്ള വളരെയധികം കാര്യങ്ങള് നമുക്ക് നേരിടേണ്ടതുണ്ട്. അങ്ങനെയുള്ള പല വെല്ലുവിളികളും നമുക്ക് നേരിടേണ്ടതുണ്ട്. നൺ മോർ ഇമ്പോർട്ടന്റ് ദാൻ ദ എക്കണോമിക് റോൾ ഓഫ് വുമൺ ഇൻ എ റാപ്പിഡ്ലി ചേഞ്ചിങ് വേൾഡ്. നൺ, ഒന്നുമില്ല, മോർ ഇമ്പോർട്ടന്റ്, കൂടുതൽ പ്രാധാന്യമുള്ള ഒന്നുമില്ല എന്തിനേക്കാൾ, ദാൻ ദ എക്കണോമിക് റോൾ, അതായത് സാമ്പത്തിക ഇടപെടലുകളെക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നുമില്ലാന്ന്, ഓഫ് വുമൺ, സ്ത്രീകള് സാമ്പത്തിക കാര്യങ്ങളിൽ ഇടപെടണം. അതുപോലെ എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യണം, മറ്റേ വ്യവസായ സ്ഥാപനങ്ങള് അവര് തുടങ്ങണം, അങ്ങനെ അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു കഴിവ് ഉണ്ടാവണം. ഇനി റാപ്പിഡ്ലി ചേഞ്ചിങ് വേൾഡ് എന്ന് പറഞ്ഞാൽ, റാപ്പിഡ്ലി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ലോക വ്യവസ്ഥകള്. അപ്പൊ ലോകം പെട്ടെന്ന് ചേഞ്ച് ആവുകയാണ്. ഇന്ന് നമ്മളൊരു സ്ഥലം കണ്ട് നമ്മൾ ഒരു കൊല്ലം കഴിഞ്ഞ് വന്നു നോക്കിയ ആ സ്ഥലം അങ്ങനെ ആവില്ല. അപ്പൊ പെട്ടെന്ന് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ കാര്യങ്ങളിലും. അപ്പൊ ഇപ്പൊ അതുകൊണ്ട് സ്ത്രീകളെ സാമ്പത്തിക ഇടപാടുകളിൽ അവരെ ഉൾപ്പെടുത്തണം. ബട്ട് വുമൻ ടുഡേ, എന്നാൽ സ്ത്രീകൾ ഇന്ന് റിമൈൻ ബ്ലോക്ക്ഡ് ഫ്രം കോൺട്രിബ്യൂട്ടിങ് ദെയർ ട്രൂ പൊട്ടൻഷ്യൽ. എന്നാൽ സ്ത്രീകള് ഇന്ന് അവരെ തടയപ്പെട്ടിരിക്കുകയാണ്. ട്രൂ പൊട്ടൻഷ്യൽ, അവരുടെ ശരിയായിട്ടുള്ള കഴിവ് അവര് സംഭാവന ചെയ്യുന്നതിനെ അവരെ വിലക്കിയിരിക്കുകയാണ്, അവരെ തടയപ്പെട്ടിരിക്കുകയാണ്, അവർക്ക് വേണ്ടത്ര സാഹചര്യങ്ങളില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ദിസ് ഹാസ് ഹ്യൂജ് കോസ്റ്റ്. ഇത് ഒരു വലിയ വില നമ്മൾ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഇൻ സം കൺട്രീസ്, ചില രാജ്യങ്ങളിൽ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറഞ്ഞാൽ ആളോഹരി വരുമാനം. എന്താ ആളോഹരി വരുമാനം? ആളോഹരി വരുമാനം എന്ന് പറഞ്ഞാല് ഇപ്പോ 1000 ഒരു രാജ്യത്തുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു വീട്ടില് അതെടുക്കുക, ഒരു വീട്ടില് 10 ആളുണ്ടെങ്കിൽ ആ വീടിന്റെ കുടുംബ വരുമാനം ഒരു വർഷത്തില് ഉദാഹരണം 1,00,000 റുപ്യാണെന്ന് വിചാരിക്കും. അപ്പോ 1,00,000 റുപ്യാണ് ആ കുടുംബത്തിന്റെ ഒരു വർഷത്തെ വരുമാനം. 10 ആളുകളുണ്ട് എങ്കിൽ ആ 1,00,000-നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താല് എത്ര കിട്ടാം?
പതിനായിരമാണ്. അപ്പോൾ ഒരാൾക്ക് വെച്ചിട്ട് 10,000 ഉറുപ്പ്യാണ് ആളോഹരി വരുമാനം. അതാണ് രാജ്യത്തിന്റെ സ്ഥിതിയായാലും അങ്ങനെ കണക്കൂട്ടുക. അതാണ് പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറഞ്ഞാൽ ആളോഹരി വരുമാനം ലാഗ് സിഗ്നിഫിക്കൻ്റ്ലി നന്നായി ലാഗ് ചെയ്യുന്നുണ്ട്. lag significantly because women are denied equal opportunity. കാരണം women സ്ത്രീകള് ഈക്വൽ ഓപ്പർച്യൂണിറ്റി അവരെ തൊട്ട് തഴയപ്പെട്ടിരിക്കുന്നു. ഈക്വൽ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ പുരുഷന്മാരുടെ അതേ ഈക്വൽ ഓപ്പർച്യൂണിറ്റി അവസരങ്ങൾ. ദേ റെപ്രസെന്റ് ഹാഫ് ദ വേൾഡ്സ് പോപ്പുലേഷൻ. അവര് പകുതി അവരാണ് രാജ്യത്തെ പോപ്പുലേഷനിൽ അല്ലെങ്കിൽ വേൾഡിലെ ലോകത്തെ പോപ്പുലേഷനിൽ ജനസംഖ്യയിൽ പകുതി അവരാണ്. ബട്ട് കോൺട്രിബ്യൂട്ട് ഫാർ ലെസ് ദാൻ 50%. എന്നാൽ അവർ ഫാർ ലെസ് ദാൻ 50%. അവര് വളരെ കുറഞ്ഞ് 50% താഴെയാണ് അവരുടെ കോൺട്രിബ്യൂഷൻ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റി. വാട്ട് ഈസ് നീഡഡ് ടു ചേഞ്ച് ദിസ് പിക്ചർ? ഈ പിക്ചർ ചേഞ്ച് ചെയ്യാനായിട്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഈസ് എ കൺസെർട്ടഡ് എഫർട്ട് ടു ഓപ്പൺ ദ ഡോർ ടു ഓപ്പർച്യൂണിറ്റി വിത്ത് വാട്ട് ഐ കോൾ ദ 3 Ls. ഈ ഓപ്പർച്യൂണിറ്റി, ഈ പിക്ചർ, ഈ അവസ്ഥ ചേഞ്ച് ചെയ്യാനായിട്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ കൺസെർട്ടഡ് എഫർട്ട്, ഒരുമിച്ചുള്ള അധ്വാനം, പരിശ്രമം, അതാണ് കൺസെർട്ടഡ് എഫർട്ട് എന്ന് പറഞ്ഞാൽ ഒരുമിച്ചുള്ള പരിശ്രമം. ടു ഓപ്പൺ ദ ഡോർ, അവസരങ്ങൾ ഉണ്ടാക്കാൻ, ടു ഓപ്പർച്യൂണിറ്റി വിത്ത് വാട്ട് ഐ കോൾ ദ 3 Ls. അതാണ് വേണ്ടത്. 3 Ls എന്ന് പറഞ്ഞാൽ ഓഫ് വുമൻസ് എംപവർമെന്റ്, ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ്. അതാണ് 3 Ls. 3 L കൊണ്ട് തുടങ്ങുന്ന വാക്കുകളാണ്. എന്ന് പറഞ്ഞാൽ ലേണിംഗ്, ലേബർ, ലീഡർഷിപ്പ്. സ്ത്രീകളുടെ പുരോഗമനത്തിന് വേണ്ട 3 L. ലേണിംഗ് എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം, ലേബർ എന്ന് പറഞ്ഞാൽ ജോലി, ആൻഡ് ലീഡർഷിപ്പ്. ഇത് 3ആണ് ഇപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടത്. ഫസ്റ്റ് അബൌട്ട് ലേണിംഗ്. ലേണിങ്ങിനെ കുറിച്ചാണ് ആദ്യം പറയുന്നത്. എഡ്യൂക്കേഷൻ ഈസ് ദ ഫൗണ്ടേഷൻ. എഡ്യൂക്കേഷൻ ഒരു അടിത്തറയാണ്. എന്തിൻ്റെ? എഡ്യൂക്കേഷൻ ഈസ് എ ഫൗണ്ടേഷൻ അപ്പോൺ വിച്ച് എനി ചേഞ്ച് ഇസ് ബിൽറ്റ്. ഏതൊരു ചേഞ്ച് പണിതുയർത്തുന്നതും, ഏതൊരു കാര്യം പണിതുയർത്തുന്നതും ഒരു ഫൗണ്ടേഷന്റെ, ഒരു അടിത്തറയുടെ മേലാണ്. അപ്പൊ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു അടിത്തറയാണ്. ലേണിംഗ് ഹെൽപ്സ് വിമൺ ടു ഹെൽപ്പ് ദംസെൽസ്. ലേണിംഗ് ഹെൽപ്സ് വിമൺ. ലേണിംഗ് സ്ത്രീകളെ സഹായിക്കുന്നു ടു ഹെൽപ്പ് ദംസെൽസ്. അവര് സ്വയം തന്നെത്താൻ സഹായിക്കാനുള്ള ഒരു സഹായം ലേണിംഗ് അവർക്ക് ചെയ്തു കൊടുക്കുന്നു. ആൻഡ് ബ്രേക്ക് ദ ഷാക്കിൾസ് ഓഫ് എക്സ്ക്ലൂഷൻ. ഷാക്കിൾസ് എന്ന് പറഞ്ഞാൽ ബാന്ധവം, ഒരു ബാന്ധവം. അവർക്ക് ഇപ്പോ ഒഴിച്ചു നിർത്തുന്ന അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് ഒരു ബ്രേക്ക് ഉണ്ടാക്കാനും ലേണിംഗ് സഹായിക്കേണ്ടതുണ്ട്. നോവർ ഈസ് ദിസ് മോർ എസെൻഷ്യൽ ദാൻ ഇൻ ദ ഡെവലപ്പിംഗ് വേൾഡ്. അപ്പൊ ഇത് എവിടെയാണ് ഇത് വളരെ പ്രാധാന്യം അർഹിക്കുന്നത്? മോർ എസെൻഷ്യൽ ദാൻ ഇൻ ഡെവലപ്പിംഗ് വേൾഡ്. ഡെവലപ്പിംഗ് വേൾഡിലാണ് ഇത് ഇക്കാര്യം വളരെ പ്രാധാന്യം അർഹിക്കുന്നത്. ഡെവലപ്പിംഗ് വേൾഡ് എന്ന് പറഞ്ഞാൽ എന്താ? പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന എന്ന് പറഞ്ഞാൽ മെല്ലെ മെല്ലെ ഇങ്ങനെ ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്ന വേൾഡ്. അതൊക്കെയാണ്, നമ്മളൊക്കെയാണ് ആ വിഭാഗത്തിൽ പെട്ടത്. ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക അങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെയാണ്
പിന്നെ പല വളരെയധികം പട്ടിണി രാജ്യങ്ങളുണ്ട്, കൂടുതൽ ഇന്ത്യയേക്കാൾ മോശമായിട്ടുള്ള രാജ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ കൂടിയാണ് ഈ ഡെവലപ്പിംഗ് വേൾഡ് എന്ന് പറഞ്ഞത്. മറ്റേ അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, റഷ്യ, ഇതൊക്കെ എന്ന് പറഞ്ഞാല് ഡെവലപ്ഡ് വേൾഡ് ആണ്. ഓൾറെഡി അവർ ഡെവലപ്പ് ആയി. അവർ വളരെ സാമ്പത്തികമായും എല്ലാ നിലക്കും എഡ്യൂക്കേഷനും എല്ലാം അവർക്ക് വളരെ നല്ല വലിയ നിലയിലാണ്. അപ്പോൾ അവരെ പറ്റിയല്ല, അവർക്കല്ല അത് കൂടുതൽ ആവശ്യം, ഇത് ഡെവലപ്പിംഗ് വേൾഡിലാണ് ഇത് കൂടുതൽ ആവശ്യം. ദർ ഇസ് എൻ ആഫ്രിക്കൻ അഡേജ്, ഒരു ആഫ്രിക്കൻ അഡേജ് ഉണ്ട്. എന്താ ആഫ്രിക്കൻ അഡേജ്? ആഫ്രിക്കൻ അഡേജ് ഒരു ആഫ്രിക്കൻ ചെല്ലുണ്ട്. എന്താണ് ചെല്ല്? ദാറ്റ് ഗോസ്, ഇഫ് യു എഡ്യൂക്കേറ്റ് എ ബോയ്, ഈ ഒരു 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 ബോയ്, ഒരു ആൺകുട്ടിയെ നീ പഠിപ്പിച്ചാൽ, യു ട്രെയിൻ എ മാൻ, ഈ ഒരു മനുഷ്യനെ, ഒരു ആളെ ട്രെയിൻ ചെയ്തു. ഓക്കെ. പിന്നെ ഇഫ് യു എഡ്യൂക്കേറ്റ് എ ഗേൾ, നീ ഒരു പെൺകുട്ടിയെ പഠിപ്പിച്ചാലോ, യു ട്രെയിൻ എ വില്ലേജ്, ഒരു ഗ്രാമം മുഴുവൻ നീ ട്രെയിൻ ചെയ്തതിന് തുല്യമാണ് ഒരു പെൺകുട്ടിയെ നീ പഠിപ്പിച്ചാൽ എന്നാ പറഞ്ഞത്. ഒരു ആഫ്രിക്കൻ അഡേജ്, ആഫ്രിക്കൻ സെയിങ്സ്, ഒരു ചെല്ലാണ്, ആഫ്രിക്കയിലത്തെ ഒരു ചെല്ലാണ്. അപ്പൊ ഇഫ് ലേണിംഗ് ഈസ് ജസ്റ്റ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്, അങ്ങനെ ലേണിംഗ്, വിദ്യാഭ്യാസം ഫസ്റ്റ് സ്റ്റെപ്പ് ആണെങ്കിൽ, ലേബർ ഈസ് ദ സെക്കൻഡ്, ജോലി രണ്ടാമത്തെ സ്റ്റെപ്പാണ്. അപ്പൊ വിദ്യാഭ്യാസം ഉണ്ടായതുകൊണ്ട് മാത്രം പോരാ, സ്ത്രീകള് യുടെ കാര്യങ്ങള് പിന്നെ പുരോഗമിക്കില്ല. അപ്പൊ ലേബർ, ജോലി വേണം. ജോലി എന്ന് പറഞ്ഞാലോ, ജോലി, ലേബർ ഫെസിലിറ്റേറ്റ്സ് വിമൺ ടു ഫ്ലറിഷ്. ലേബർ ഫെസിലിറ്റേറ്റ്സ് വിമൺ ടു ഫ്ലറിഷ് ആൻഡ് അച്ചീവ് ദർ ട്രൂ പൊട്ടൻഷ്യൽ. അവരുടെ ശരിയായിട്ടുള്ള ആ കഴിവുകൾ, ലേബർ ഫെസിലിറ്റേറ്റ്സ് എന്ന് പറഞ്ഞാല് ജോലി അവർക്ക് സൗകര്യമൊരുക്കുന്നു, വിമൺ സ്ത്രീകൾക്ക് സൗകര്യമൊരുക്കുന്നു, ടു ഫ്ലറിഷ് വളരാൻ, ആൻഡ് അച്ചീവ് ദർ ട്രൂ പൊട്ടൻഷ്യൽ അവരുടെ ശരിയായിട്ടുള്ള കഴിവ് അവർക്ക് കരസ്ഥമാക്കാനും അത് സഹായിക്കുന്നു. ബട്ട് അറ്റ് പ്രസന്റ്, എന്നാൽ ഇപ്പോ ഇക്കാലത്ത്, വെൻ വിമൺ പാർട്ടിസിപ്പേറ്റ്, സ്ത്രീകള് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ ഇൻ ദ വർക്ക് ഫോഴ്സിൽ എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യുന്നവരുടെ കൂട്ടത്തില് സ്ത്രീകള് ഉൾപ്പെട്ടാൽ എന്താ ഉണ്ടാവുന്നത്? ദേ ടു ഓഫൺ ടെൻ ടു ഗെറ്റ് സ്റ്റക്ക് ഇൻ ലോ പേയിങ്. അവര് വളരെ താഴ്ന്ന ശമ്പളമാണ് അവർക്ക് കിട്ടുന്നതെന്ന്. ലോ പേയിങ് എന്ന് പറഞ്ഞാൽ താഴ്ന്ന ശമ്പളം. ദേ ടു ഓഫൺ ടെൻ ടു ഗെറ്റ് സ്റ്റക്ക് ഇൻ ലോ പെയിൻ എന്ന് പറഞ്ഞാൽ താഴ്ന്ന ശമ്പളം. ലോ സ്റ്റാറ്റസ്, താഴ്ന്ന സ്റ്റാറ്റസ്. ആൻഡ് ലോ സെക്യൂരിറ്റി ജോബ്സ് എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി കുറവ് ഉള്ള ജോലികൾ എന്ന് പറഞ്ഞാൽ അവർക്ക് സെക്യൂരിറ്റി, സ്ത്രീകളാവുമ്പോൾ സെക്യൂരിറ്റി കുറച്ച് കൂടുതൽ ആവശ്യമാണ്, എന്നാൽ അത്ര സെക്യൂരിറ്റി അവർക്ക് കിട്ടുന്നില്ല. പിന്നെ ഗ്ലോബലി എന്ന് പറഞ്ഞാൽ ലോകാടിസ്ഥാനത്തിൽ വിമൺ ഏൺ ഓൺലി 3/4 as much as men. അപ്പം പുരുഷന്മാര് സമ്പാദിക്കുന്നതിന്റെ 3/4 മാത്രമേ സ്ത്രീകൾക്ക് കിട്ടുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ഈക്വൽ വിദ്യാഭ്യാസമുള്ള, ഈക്വൽ ജോലി ചെയ്യുന്ന സ്ത്രീയും പുരുഷനും എടുത്താല് സ്ത്രീക്ക് വളരെ കുറവ് ശമ്പളേ കിട്ടുന്നുള്ളൂ. വുമൺ ഏൺ ഓൺലി 3/4 as much as men, even with the same level of education. അല്ലേ, അതായത് പുരുഷന്റെ അത്ര തന്നെ വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും, ആൻഡ് ഇൻ ദ സെയിം ഒക്യുപ്പേഷൻ, അതേ ജോലിയാണെങ്കിലും സ്ത്രീക്ക് കുറച്ച് ശമ്പളേ കിട്ടുന്നുള്ളൂ. ഷുവർലി one of our most basic norms should be equal pay. അതുകൊണ്ട് നമ്മുടെ ആദ്യത്തെ മോസ്റ്റ് ബേസിക് നോംസ് ആവണം, ഷുഡ് ബി ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്. ഈക്വൽ വർക്കിന് ഈക്വൽ പേ വേണം, അതാണ് ആദ്യത്തെ ഡിമാൻഡ്. റീസെന്റ് റിസർച്ചേഴ്സ്, അതായത്
researchers, the ഗവേഷകര് show that eliminating gender gaps in economic participation. എക്കണോമിക് പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ സാമ്പത്തിക കാര്യങ്ങളുടെ ഭാഗവെക്കാവുക, അതാണ് എക്കണോമിക് പാർട്ടിസിപ്പേഷൻ. സാമ്പത്തിക കാര്യങ്ങളിൽ ഭാഗവെക്കാവുന്ന കാര്യത്തിൽ ജെൻഡർ ഗ്യാപ്പ് ഇല്ലാതാക്കണം. ജെൻഡർ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ആൺ പെൺ വ്യത്യാസം ഇല്ലാതാക്കണം. സാമ്പത്തിക കാര്യങ്ങളിൽ ജെൻഡർ ഗ്യാപ്പ് ഇല്ലാതാക്കണം. അങ്ങനെ ഇല്ലാതാക്കിയാൽ ക്യാൻ ബ്രിങ് ആൻ ഇൻക്രീസ് ഇൻ പെർ ക്യാപിറ്റ ഇൻകം. അങ്ങനെ ഇല്ലാതാക്കിയാൽ പെർ ക്യാപിറ്റ ഇൻകം വർദ്ധിക്കും. ഓരോ രാജ്യത്തിൻ്റെയും പെർ ക്യാപിറ്റ ഇൻകം വർദ്ധിക്കും. അപ്പോൾ പെർ ക്യാപിറ്റ ഇൻകം എന്താണെന്ന് നേരത്തെ ഞാൻ പറഞ്ഞു തന്നു, അത് വർദ്ധിക്കും. ഇനി അടുത്തത്, അങ്ങനെ it also means policies that encourage education and healthcare. Policies that encourage എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് കെയർ. എഡ്യൂക്കേഷനും വിദ്യാഭ്യാസവും ഹെൽത്ത് കെയറും ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യത്തിൽ ഉള്ള പോളിസീസ്, നയങ്ങൾ എന്ന് പറഞ്ഞാൽ, മോറോവർ വി നീഡ് ടു പ്രൊവൈഡ് ഗ്രേറ്റർ ആക്സസ് ടു ക്രെഡിറ്റ് so that women can achieve greater economic independence. Provide അവർക്ക് കൊടുക്കണം ഗ്രേറ്റർ ആക്സസ് കൊടുക്കണം. ആക്സസ് എന്ന് പറഞ്ഞാൽ അതിലേക്കുള്ള പ്രവേശനം, നമ്മൾ സൗകര്യം ഉണ്ടാക്കണം. എന്തിന്? ടു ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ലോണ്, അങ്ങനെയുള്ള ക്യാപിറ്റൽ ഫണ്ട്, മൂലധനം, ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണമെന്ന്. അതാണ് ഗ്രേറ്റർ നീഡ് ടു പ്രൊവൈഡ് ഗ്രേറ്റർ ആക്സസ് ടു ക്രെഡിറ്റ് എന്ന് പറഞ്ഞത്. ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ലോണ് എന്ന് പറയാം. അതുപോലെ മറ്റുള്ള ക്യാപിറ്റൽ ഫണ്ട് ഒക്കെ അനുവദിക്കണം. അപ്പോൾ സ്ത്രീകൾക്ക് അങ്ങനെ ഉദാരമായ ലോണൊക്കെ കൊടുക്കണം. അപ്പോൾ അവർ എന്തെങ്കിലുമൊക്കെ പിന്നെ ഫാക്ടറികളോ അല്ലെങ്കിൽ വ്യവസായങ്ങളോ ഒക്കെ എന്തെങ്കിലും ഉണ്ടാക്കും. സോ ദാറ്റ് വിമൻ ക്യാൻ അച്ചീവ്. അതുകൊണ്ട് അങ്ങനെ ചെയ്താൽ സോ ദാറ്റ് വിമൻ ക്യാൻ അച്ചീവ്, സ്ത്രീകൾക്ക് കിട്ടും ഗ്രേറ്റർ എക്കണോമിക് ഇൻഡിപെൻഡൻസ്. അവർക്ക് എക്കണോമിക് ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ സാമ്പത്തിക സ്വാതന്ത്ര്യം. എക്കണോമിക് ഇൻഡിപെൻഡൻസ്, സാമ്പത്തിക സ്വാതന്ത്ര്യം അവർക്കുണ്ടാകും. സോ അതുകൊണ്ട് ലേണിംഗ് ആൻഡ് ലേബർ ആർ കീ ഫാക്ടേഴ്സ്. ലേണിങ്ങും ലേബറും കീ ഫാക്ടേഴ്സ് ആണ്. അതായത് വിദ്യാഭ്യാസവും ജോലിയും കീ ഫാക്ടേഴ്സ് ആണ്. അതുണ്ടെങ്കിൽ പിന്നെ തേർഡ് എൽ ഈസ് ലീഡർഷിപ്പ്. മൂന്നാമത്തത് ലീഡർഷിപ്പാണ്. ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാവർക്കും വരാൻ സാധിക്കുന്ന ഒരു മേഖലയല്ല. ആണായാലും പെണ്ണായാലും അതിന് ചില പ്രത്യേക കഴിവുള്ള ആണും പെണ്ണൊക്കെ ഉണ്ട്. അവർക്ക് മാത്രമേ ലീഡർഷിപ്പിലേക്ക് വരാൻ പറ്റുള്ളൂ. പക്ഷെ എന്നാലും നമ്മൾ അവർക്കും ആ സൗകര്യം ചെയ്തു കൊടുക്കണം. ദാറ്റ് എനേബിൾസ് വിമൺ ടു റൈസ് ആൻഡ് ഫുൾഫിൽ ദെയർ ഇന്നേറ്റ് എബിലിറ്റീസ്. അങ്ങനെ വരുമ്പോ എനേബിൾസ്, അവരെ പ്രാപ്തരാക്കും. എനേബിൾസ് വിമൻ, സ്ത്രീകളെ പ്രാപ്തരാക്കും ടു റൈസ്, ഉയരാന്, ആൻഡ് ഫുൾഫിൽ ദെയർ ഇന്നേറ്റ് എബിലിറ്റീസ്. ഇന്നേറ്റ് എബിലിറ്റീസ് എന്ന് പറഞ്ഞാല് ജന്മസിദ്ധമായ കഴിവുകൾ. ഇന്നേറ്റ് എന്ന് പറഞ്ഞാൽ ജന്മസിദ്ധമായ, ഇൻബോൺ എബിലിറ്റീസ്, ജന്മസിദ്ധമായ കഴിവുകൾ അവർക്ക് അതിന് അവർ പരിപോഷിക്കാൻ അവർക്ക് സാധിക്കും. innate abilities. Here there is plenty of room for improvement. There is plenty of room. വളരെയധികം അവസരങ്ങളുണ്ട് for improvement, പുരോഗമിക്കാൻ. The irony is that when women lead, they tend to do as good as a job as others. അത് സ്ത്രീകള് ലീഡ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ അവർ നയിക്കുമ്പോൾ, അവര് എന്തെങ്കിലും
സ്ഥാപനത്തെ നയിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഓഫീസ് നയിക്കുമ്പോൾ ഒക്കെ ചെയ്യുമ്പോൾ ദേ ടെൻ ടു ഡു ആസ് ഗുഡ് എ ജോബ് ആസ് അതേഴ്സ്. മറ്റുള്ളവരെ പോലെ തന്നെ അത്ര നന്നായിട്ട് അവർക്കും ചെയ്യാൻ സാധിക്കും. ഇഫ് നോട്ട് എ ബെറ്റർ ജോബ്. അവരെക്കാൾ കൂടുതലും മെച്ചപ്പെട്ട് ചെയ്തില്ലെങ്കിലും അവരുടെ അത്രയൊക്കെ കടപിടിക്കാൻ സ്ത്രീകൾക്കും സാധിക്കുന്ന. ദേ ആർ മോർ ലൈക്ലി ടു മേക്ക് ഡിസിഷൻസ്. അവര് വളരെയധികം ഈ തീരുമാനങ്ങൾ, ഡിസിഷൻസ് എന്ന് പറഞ്ഞാൽ മേക്ക് ഡിസിഷൻസ് എന്ന് പറഞ്ഞാൽ തീരുമാനങ്ങൾ എടുക്കുക. തീരുമാനങ്ങൾ എടുക്കാനും അവർക്ക് സാധിക്കും ബേസ്ഡ് ഓൺ കൺസെൻസസ് ബിൽഡിംഗ്. കൺസെൻസസ് ബിൽഡിംഗ് എന്ന് പറഞ്ഞാല് അത് എല്ലാവരെയും സമ്മതിപ്പിച്ചിട്ടുള്ള ഒരു തീരുമാനങ്ങൾ, കൂട്ടത്തിലുള്ള മറ്റുള്ളവരും കൂടി പങ്കെടുപ്പിച്ചിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ അവരെ കൊണ്ട് സാധിക്കും. അതുപോലെ ഇൻക്ലൂഷൻ, എല്ലാവരെയും ചേർത്ത് പിടിക്കുക, കമ്പാഷൻ, ദയ, അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ അവർക്കുണ്ട്. ആൻഡ് വിത്ത് എ ഫോക്കസ് ഓൺ ലോങ് ടേം സസ്റ്റൈനബിലിറ്റി. ആൻഡ് വളരെ ദീർഘവീക്ഷണം. സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞാൽ വളർച്ച, അതായത് സ്ഥിര വളർച്ച, അതും കൂടി അവര് കണ്ടിട്ട് അവര് പ്രവർത്തിക്കുന്ന പറഞ്ഞു. ഇറ്റ് ഈസ് ട്രൂ, ഇത് സത്യമാണ്, ദാറ്റ് വുമൺ സംടൈംസ്, സ്ത്രീകള് ചില സമയത്ത് ലാക്ക് ദ കോൺഫിഡൻസ്, അവർക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നുണ്ട് ചില സമയങ്ങളിൽ. ടു മാച്ച് ദയർ കോമ്പറ്റൻസ്, അങ്ങനെ അവര് മറ്റുള്ളവരുമായി മത്സരിക്കാൻ ചില സമയത്ത് അവർക്ക് കോൺഫിഡൻസ് നഷ്ടപ്പെടുന്ന സമയങ്ങളുണ്ട്, ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നുണ്ട്. ബട്ട് എന്നാൽ ദേ നീഡ് ടു ചേഞ്ച് ദാറ്റ് മൈൻഡ് സെറ്റ്. അവർ ആ മൈൻഡ് സെറ്റ് മാറ്റണം എന്നാ പറയുന്നത്. സ്ത്രീകള് ആ മൈൻഡ് സെറ്റ് മാറ്റണം. അവരുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടുന്ന സമയങ്ങളെ അവര് ഓവർകം ചെയ്യണം. ബട്ട് ദേ നീഡ് ടു ചേഞ്ച് ദാറ്റ് മൈൻഡ് സെറ്റ് ആൻഡ് റീസെറ്റ് ദ നെറേറ്റീവ് ഇൻ ദർ ഫേവർ. അവർക്ക് അനുകൂലമായിട്ടുള്ള നെറേറ്റീവ് അവര് റീസെറ്റ് ചെയ്യണം. റീസെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അറിയാലോ, പിന്നെ ഒക്കെ മൈൻഡ് സെറ്റ് മാറ്റണം. സോ ഇറ്റ് ഈസ് എസെൻഷ്യൽ, ഇത് വളരെ അത്യാവശ്യമാണ്. എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ വളരെ അത്യാവശ്യമാണ്. എന്ത്? ദാറ്റ് വുമൺ ബി റെഡി, സ്ത്രീകള് തയ്യാറാവണം. ടു ഡെയർ ദ ഡിഫറൻസ്, ഡെയർ ദ ഡിഫറൻസിന് തയ്യാറാവണം. ഡെയർ ദ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? മാറ്റങ്ങളെ ഉൾക്കൊള്ളുവാനുള്ള ധൈര്യം അവർക്കുണ്ടാവണം. ഡെയർ ദ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അതാണ്, അതിന്റെ അർത്ഥമാണ് ഇപ്പൊ ഈ പറഞ്ഞ ടു ടേക്ക് റിസ്ക് ആൻഡ് സ്റ്റെപ്പ് ഔട്ട്സൈഡ് ദർ കംഫർട്ട് സോൺ. ടു ടേക്ക് റിസ്ക് എടുക്കാൻ തയ്യാറാവുക, അവരുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു കിടക്കാൻ അവർ തയ്യാറാവുക. കംഫർട്ട് സോൺ എന്ന് പറഞ്ഞാൽ അവർ ആ സുഖലോലുപതയില് ഇങ്ങനെ പിന്നെ അവര് പിന്നെ ജീവിക്കുന്ന ആ ജീവിതത്തിൽ നിന്ന് അവർ പുറത്തു കടന്ന് അവര് റിസ്ക് എടുക്കാൻ തയ്യാറാവണം. അപ്പോഴേ ഇത് പ്രാപ്യമാവുകയുള്ളൂ. ഈ ഡയർ ദ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥമാണ് ഈ പറഞ്ഞത്. നെൻത്ലെസ്, എങ്കിലും ഈവൻ ദോസ് വിത്ത് ദ ഡ്രൈവ് ടു സക്സീഡ് എന്ന് പറഞ്ഞാൽ ജയിക്കണം എന്ന ആഗ്രഹമുള്ളവര് കണ്ടിന്യൂ ടു ഫേസ് ബാരിയേഴ്സ്. അവര് തടസ്സങ്ങളെ അഭിമുഖീകരിക്കണം. ജയിക്കണം, അങ്ങനെ തുടരണം, അങ്ങനെ മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹമുള്ളവര്, അതാണ് ദോസ് വിത്ത് ദ ഡ്രൈവ് ടു സക്സീഡ് എന്ന് പറഞ്ഞാല്. ജയിച്ച് മുന്നോട്ട് കുതിക്കണം എന്ന് ആഗ്രഹമുള്ളവര് കണ്ടിന്യൂ ടു ഫേസ് ബാരിയേഴ്സ്, അവര് തടസ്സങ്ങളെ അഭിമുഖീകരിക്കണം. ഫേസ് ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ തടസ്സങ്ങള്. വെദർ വി ആർ ടോക്കിംഗ് അബൌട്ട് പ്രൊവൈഡിങ് പ്രൈമറി എഡ്യൂക്കേഷൻ ഫോർ ഗേൾസ് ഇൻ എ വില്ലേജ്, അതൊരു ചെറിയ കാര്യം എന്ന് പറഞ്ഞാൽ ഏത് ചെറിയ കാര്യമായാലും വലിയ കാര്യമായാലും അതിൻ്റെ തടസ്സങ്ങളെ ഒക്കെ തട്ടിമാറ്റി മുന്നോട്ട് കുതിക്കാനുള്ള ഒരു ധൈര്യം നമുക്കുണ്ടാവണം എന്ന് പറഞ്ഞാൽ അത് വെദർ വി ആർ ടോക്കിംഗ് അബൌട്ട് പ്രൊവൈഡിങ് പ്രൈമറി എഡ്യൂക്കേഷൻ ഫോർ ഗേൾസ് ഇൻ എ വില്ലേജ്, ഒരു ഗ്രാമത്തിലെ പെൺകുട്ടികൾക്കുള്ള ഒരു പ്രൈമറി എഡ്യൂക്കേഷൻ കൊടുക്കാൻ
ആണെങ്കിലും അല്ലെങ്കിൽ ഓർ എക്സിക്യൂട്ടീവ് പൊസിഷൻസ് ഫോർ വിമൺ ഇൻ ബിസിനസ്സിലെ എക്സിക്യൂട്ടീവ് പൊസിഷൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ചെയ്യാനുള്ള അതാണെങ്കിലും എന്ത് കാര്യം തന്നെയാണെങ്കിലും ഇറ്റ് ഈസ് ടൈം ടു ക്രിയേറ്റ് എ വേൾഡ് ദർ ഓൾ വിമൺ ക്യാൻ മീറ്റ് ദർ പൊട്ടൻഷ്യൽ വിതൗട്ട് എംപിഡിമെന്റ് ഓർ പ്രിജുഡൈസ്. ഇത് സമയമാണ് ടു ക്രിയേറ്റ് എ വേൾഡ്, ഒരു ലോകവ്യവസ്ഥയെ സൃഷ്ടിക്കാൻ, വേർ ഓൾ വിമൺ, എല്ലാ സ്ത്രീകളും ക്യാൻ മീറ്റ് ദർ പൊട്ടൻഷ്യൽ വിത്തൗട്ട് ഇംപെഡിമെന്റ്. ഇംപെഡിമെന്റ് എന്ന് പറഞ്ഞാൽ ഓബ്സ്റ്റക്കിൾസ് അല്ലെങ്കിൽ പിന്നെ തടസ്സങ്ങൾ. ഓർ പ്രിജുഡൈസ് എന്ന് പറഞ്ഞാൽ മുൻധാരണയോ തടസ്സങ്ങളോ ഇല്ലാതെ അവരുടെ പൊട്ടൻഷ്യല് അവര് പുറത്ത് കാണിക്കാൻ അങ്ങനെ ഓൾ വിമൻ, എല്ലാ സ്ത്രീകളും അങ്ങനെ തയ്യാറാകുന്ന ഒരു ലോകവ്യവസ്ഥ ഉണ്ടാവണം. ആൻഡ് ദ വേൾഡ് വിൽ റേപ്പ് ദ ബെനിഫിറ്റ്സ്. അങ്ങനെയാണെങ്കിൽ ലോകം അതിൻ്റെ ബെനിഫിറ്റ്, അതിൻ്റെ ഗുണം അനുഭവിക്കും. ദ 3 L's വിൽ ഹെൽപ്പ് us get there. ഈ 3 L നമുക്ക് അതിന് സഹായിക്കും. ഇഫ് യു ഡെയർ ദ ഡിഫറൻസ്, നമ്മൾ മാറ്റങ്ങളെ അഭിമുഖീകരിക്കാൻ ധൈര്യപ്പെട്ടാൽ ദ ഡിഫറൻസ് വിൽ ഡെലിവർ. ആ മാറ്റങ്ങൾ നമുക്ക് കൊടുന്നു തരും. എന്താണെങ്കിലും അത് ആ മാറ്റങ്ങൾ ഡെലിവർ എന്ന് പറഞ്ഞാൽ, ഡെലിവറി ബോയ് എന്ന് പറഞ്ഞാൽ അറിയില്ലേ, അതായത് സാധനങ്ങളൊക്കെ നമ്മൾ ഓർഡർ ചെയ്താൽ കൊടുന്നു വരുന്ന ബോയ്, അവർക്കാണ് ഡെലിവറി ബോയ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിഫറൻസ് വിൽ ഡെലിവർ, ഈ മാറ്റങ്ങൾ നമുക്ക് കൊടുന്നു വരും. അതായത് സമ്പത്തായാലും മറ്റുള്ള ആനുകൂല്യങ്ങളായാലും എന്തായാലും നമ്മൾ മാറ്റങ്ങളെ നേരിടാൻ ഈ ഡെയർ ദ ഡിഫറൻസിന് തയ്യാറാവണം, മാറ്റങ്ങളെ അഭിമുഖീകരിക്കാൻ തയ്യാറാവണം. അങ്ങനെയാണെങ്കിൽ ദ ഡിഫറൻസ് വിൽ ഡെലിവർ. താങ്ക് യു വെരി മച്ച്. അപ്പോൾ ആ സ്പീച്ച് തീർന്നു. നിങ്ങളുടെ പാഠപുസ്തകത്തിൻ്റെ അടിയിൽ അതിൻ്റെ പ്രധാനപ്പെട്ട വാക്കുകളുടെ അർത്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പം അതും കൂടി നോക്കുക. ഇതിൽ മാത്രം നോക്കിയാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അത് പിടികിട്ടില്ല. പിന്നെ ഞാൻ വായിക്കുമ്പോൾ പിന്നെ കഴ്സർ അങ്ങനെ കാണിക്കാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ലൈൻസ് ഒക്കെ നിങ്ങൾ ശരിക്കും നോക്കിയിട്ട് വായിക്കുക, എൻ്റെ അർത്ഥം കൂടി കേട്ടിട്ട് അത് മനസ്സിലാക്കുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ ശരി. അപ്പോൾ ഞാൻ ഇവിടെ ക്ലോസ് ചെയ്യാണ്. എല്ലാവർക്കും നന്മ വരട്ടെ, എല്ലാവരും സന്തോഷത്തിലിരിക്കട്ടെ. ഓക്കെ, ബൈ. താങ്ക് യു വെരി മച്ച്.